ഇന്ന് കർക്കിടക വാവ് ബലിയിടുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് ഓഫീസിൽ പോണ്ട. രാവിലെ ഒരു 5:30 ആയപ്പോഴേക്കും എണീറ്റ് കുളിച്ച് റെഡിയായി ഞാൻ താഴെ പോയി. കാര്യം എനിക്ക് അച്ഛന് ബലിയിടണം. ഞാനും എന്റെ ചേട്ടനും വലിയച്ഛനും അമ്മയും കൂടിയാണ് പോകുന്നത്. സാധാരണ ഞങ്ങൾ ബലിയിടാൻ വർക്കല പാവനാശുരത്താണ് പോകുന്നത്. ഇന്നത്തെ ദിവസം അറിയാലോ, നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു കടവിലാണ് പോകുന്നത്. തിരക്കുണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ലാത്ത തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബലിയൊക്കെ ഇട്ട് ഞങ്ങൾ നാലുപേരും നേരെ വീട്ടിൽ തിരിച്ചു വന്ന് കാപ്പി കുടിച്ചു. ഇന്ന് കാപ്പി അപ്പവും ചമ്മന്തിക്കറിയായിരുന്നു. പിന്നെ ഉച്ചക്കത്തേക്ക് ഒരു സദ്യ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളും ആയിട്ട് അമ്മയും ഞാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ജോലിയിൽ ഓട്ടത്തിലായിരുന്നു. അത് സത്യത്തിൽ എനിക്ക് ഭയങ്കരമായ പണിയൊന്നും ഇല്ലായിരുന്നു. കാര്യം അമ്മ ഓൾറെഡി ഇഞ്ചി, അച്ചാറ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം അമ്മ ഓൾറെഡി വേവിച്ച് വെച്ചായിരുന്നു. എനിക്ക് ചെറിയ അലുക്കുലുക്ക് പണികൾ മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഇന്ന് വേറെ കുറെ ജോലിയും കൂടി ഉണ്ട്. അത് ഞാൻ പോകെ പറഞ്ഞുതരാം. കൂട്ടത്തിൽ തന്നെ അമ്മയ്ക്ക് കുറച്ച് തുണി തയ്ക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. കാര്യം ഞാൻ നിൽക്കുന്ന ദിവസം മാത്രമാണ് എനിക്കിതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുക. അല്ലാത്ത ദിവസങ്ങളിൽ എനിക്ക് ടൈം കിട്ടാറില്ല. ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല ലേറ്റ് ആവുമല്ലോ. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിൽക്കുന്ന ഒരു ദിവസം എനിക്ക് കണ്ടമാന പണി കാണും. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ ഒന്ന് മയങ്ങി കേട്ടോ. കാര്യം ഇന്ന് നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ എനിക്ക് നല്ല തലവേദനയായിരുന്നു. കുറച്ച് നേരം ഒന്ന് മയങ്ങി എണീറ്റപ്പോഴേക്കും സദ്യ കഴിക്കാനുള്ള സമയമായി. പിന്നെ ഞാനും അമ്മയും ചേട്ടനും സദ്യ കഴിച്ചിട്ട്, അറിയാലോ ഇന്ന് വെച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ മരിച്ചുപോയ പൂർവികർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കണം എന്നാണ്. സോ എൻ്റെ അച്ഛന് ഈ പച്ചടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പച്ചടി, കിഴങ്ങ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അച്ഛന് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സദ്യയായിട്ട് ഇന്ന് ഒരുക്കിയത്. പിന്നെ എനിക്ക് അമ്മേനെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് കൈ നല്ല വേദനയുണ്ട്. ചെറിയൊരു വാദത്തിന്റെ തുടക്കം എന്നാണ് ഡോക്ടർ പറയുന്നത്. ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നിട്ട് ഞാനും അമ്മയും ഒരു കടയിലൊക്കെ കയറി ചെറുതായിട്ട് ചായയും കടിയൊക്കെ കഴിച്ച് മുത്തിനുള്ള പാഴ്സലും വാങ്ങി ഞങ്ങൾ നേരെ തിരിച്ചു വന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു ഓട്ടത്തിൽ അങ്ങ് തീർന്നു.